ഹായ് ഓൾ, ഞാൻ ഐസക് ഫ്രാൻസിസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അന്റാർട്ടിക്കയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ജനുവരി 21-ന് 47 പേരുമായിട്ട് നമ്മൾ അന്റാർട്ടിക്ക പുറപ്പെടുകയാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ മറ്റൊരു പാക്കേജുമായി. എല്ലാ വർഷവും ചെയ്യുന്നതാണെങ്കിൽ കൂടി ഈ വർഷം ജൂൺ 7-ന് പുറപ്പെടുന്ന അലാസ്ക ടൂറിന് പല പ്രത്യേകതകളുണ്ട്. കാനഡയിലെ 2 സ്റ്റേറ്റുകളും അമേരിക്കയിലെ 2 സ്റ്റേറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം അലാസ്ക ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയും ആൽബർട്ട സ്റ്റേറ്റും അടങ്ങുന്ന മനോഹരമായിട്ടുള്ള വാൻകൂവർ, കാൽഗറി, ബാൻഫ്, ജാസ്പർ, വിസ്ലർ തുടങ്ങിയിട്ടുള്ള സിറ്റികളും അതുപോലെ തന്നെ US-ലെ വാഷിങ്ടൺ സ്റ്റേറ്റിലായിട്ടുള്ള സിയാറ്റിലും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അലാസ്ക. 49 സ്റ്റേറ്റ് എന്ന് അമേരിക്കയിൽ വിശേഷപ്പെടുന്ന അലാസ്ക നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ അവിടേക്കാണ് ഈ പ്രാവശ്യത്തെ നമ്മളുടെ ഒരു ക്രൂസ് ടൂറും ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഈ ഒരു അലാസ്ക ടൂർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് വൈ നോട്ട് കാനഡ എന്നെല്ലാവരും ചോദിക്കാറുള്ളതാണ്. കാരണം കാനഡ വിസയും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അലാസ്കയിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മാരിടൈം ബോർഡർ റൂൾസ് വെച്ചിട്ട് കാനഡ വിസയും കൂടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു കാനഡ വിസ എടുത്തിട്ട് നമ്മൾ കാനഡ കാണാതെ വരുന്നതിനകത്ത് ആളുകൾക്ക് എന്നും അവർ പറയുന്ന ഒരു സജഷൻസ് ആണ് ഇൻക്ലൂഡ് കാനഡ ഓൾസോ. കാനഡ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണെങ്കിലും മനോഹരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഷിങ്ടൺ സ്റ്റേറ്റായ സിയാറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നെയ്ബറിങ് ആയിട്ടുള്ള ഒരു കാനഡ സ്റ്റേറ്റാണ് ബ്രിട്ടീഷ് കൊളംബിയ. അവിടേക്ക് സിയാറ്റിൽ 4 മണിക്കൂർ ബൈ റോഡ് പോകാവുന്ന കാര്യമുള്ളൂ ബ്രിട്ടീഷ് കൊളംബിയ ആയിട്ടുള്ള വാൻകൂവറിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ടൂറിൽ മൊത്തം 16 നൈറ്റും 17 ദിവസവുമാണ് ഈ ടൂറുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന എയർലൈൻസ് സിംഗപ്പൂർ എയർലൈൻസ് ആണ്. കൊച്ചിൻ, സിംഗപ്പൂർ സിയാറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് കവർ ചെയ്യുന്നത് 6 നൈറ്റ് കാനഡയിലാണ്. കാനഡ വ്യത്യസ്തമായ സിറ്റികളിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം വെസ്റ്റ് കോസ്റ്റ് വളരെ മനോഹരമാണ്. റോക്കി മൗണ്ടൻസിൻ്റെ മനോഹാരിത ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കാനഡയുടെ വെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും സിയാറ്റിലേക്ക് വന്ന് വാഷിങ്ടൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ മെയിൻ സിറ്റിയാണ് സിയാറ്റിലാണ് ബോയിങ് മ്യൂസിയവും ബോയിങ്ങിൻ്റെ എക്സിബിറ്റിംഗ് സെൻറ്റേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അലാസ്കയിലേക്ക് നമ്മൾ പോകുന്നത് വലിയൊരു ആഡംബര കപ്പലായിട്ടുള്ള നോർവീജിയൻ എൻകോർ എന്ന് പറഞ്ഞ ഒരു ഷിപ്പാണ്. ഫെസിലിറ്റി ഒരു ഷിപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ് ആകർഷകമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്സും കൂടുതൽ ചില ദിവസങ്ങളിൽ ഫ്രീ ഡേ ഉണ്ടാകും. ഹൈ സീസിൽ കൂടെ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ഡേ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷിപ്പിന് അതുപോലെ ഫെസിലിറ്റീസ് വേണം. അപ്പോൾ അതുപോലെ ഫെസിലിറ്റീസ് എന്നും അപ്ഗ്രേഡ് ചെയ്യുന്ന ഷിപ്പാണ് നോർവീജിയൻ്റെ എല്ലാ ക്രൂസ് ലൈനേഴ്സും, എസ്പെഷ്യലി ഈ എൻകോർ. 20 നിലകളുള്ള ഈ ഷിപ്പിൽ നമുക്ക് ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സിന് ഒരുപാട് വെറൈറ്റി ഉണ്ട്, ബെവറേജസ് പാക്കേജസ് ഉണ്ട്, ഈ അൺലിമിറ്റഡ് വൈഫൈ പാക്കേജ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം അലാസ്ക ടൂർ പോകുന്നത്. ഇവിടേക്ക് പോകാനായിട്ട് നമുക്ക് 2 വിസ വേണം. ഒരു കനഡിയൻ വിസയും വേണം, US വിസയും വേണം. കാനഡ വിസ വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. US-ന് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ കൂടി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്സും നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഒരു വെൽ ട്രാവൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് വിസ കിട്ടാൻ ആയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും അപ്പോയിൻമെൻറ്റ് സ്ലോട്ട്സും എല്ലാം തന്നെ എടുത്ത് കൊടുക്കാറുണ്ട്. ഈ വർഷവും ഇതുപോലെ തന്നെ നമുക്ക് 18 ക്യാബിനാണ് ജൂൺ 7-ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ജൂലൈയിലെയും ഓഗസ്റ്റിലെയും ഡേറ്റ്സ് വരാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാ ചെലവുകളും ഉൾപ്പെടുന്ന അത്യാഡംബര കപ്പൽ യാത്രകൾ അടങ്ങുന്ന ഈ ഒരു ടൂറ് നിങ്ങളെല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ടതാണ്. അലാസ്കയിലേക്ക് പോകുമ്പോൾ ഈ ഷിപ്പ് പോകുന്ന വഴികളിൽ ഷിപ്പ് നിർത്തുന്ന അലാസ്കയിലെ തന്നെ ഡിഫറെൻറ്റ് സിറ്റീസ് ഉണ്ട്. ജൂനെ, സ്കാഗ്വേ, കെച്ചിക്കൻ, ബ്രിട്ടീഷ് കൊളംബിയ, ഇതെല്ലാം ഒന്നൊന്നിനും മെച്ചമാണ്. കാരണം ഗ്ലേഷ്യേഴ്സ് കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇൻസൈഡ് പാസേജിലൂടെ പോകുമ്പോൾ കാണുന്ന ഫ്യോർഡ്, ഈ ഫ്യോർഡിൻ്റെയൊക്കെ മനോഹാരിത നമുക്ക് പറഞ്ഞറിയിക്കുന്നേക്കാളും കൂടുതൽ കണ്ടറിയുന്നതാണ്. നമുക്കറിയാം നമ്മൾ സൗത്ത് പോളിലൂടെ സെയിൽ ചെയ്യുമ്പോഴും നോർത്ത് പോളിലൂടെ സെയിൽ ചെയ്യുമ്പോഴും 2 ഡിഫറെൻറ്റ് ആംഗിളിൽ സൈറ്റ് സീയിങ്സ് ആണ്. സൗത്ത് പോൾ എന്ന് ഉദ്ദേശിച്ചത് അന്റാർട്ടിക്കയാണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതിയും വ്യത്യസ്തമായിട്ടുള്ള ഏരിയയിലൂടെയും കൂടിയാണ് നമ്മൾ നോർത്ത് പോളിൽ അലാസ്കയിലേക്ക് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു കാനഡയും US-ഉം അടങ്ങുന്ന ഈ ഒരു മനോഹരമായ ടൂറ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. അതിനെപ്പറ്റി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, ഇല്ലെങ്കിൽ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ അറിയുന്ന എൻ്റെ കൂടെ യാത്രകൾ പല രാജ്യങ്ങളിലേക്കും ചെയ്തിട്ടുള്ള ഒരുപാട് പേര് എന്നോട് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്